പെരുമാറ്റ വൈകല്യം മാത്രമായിരുന്നില്ല എറണാകുളം മുഴിക്കുളത്ത് നിന്നും നമ്മൾ കേട്ട ആ 4 വയസ്സുകാരന്റെ മരണം. അതിനപ്പുറം മനസാക്ഷി മരവിച്ചു പോകുന്ന ക്രൂരതകൾ ഏറ്റുവാങ്ങിയ ശേഷമാണ് ആ കുഞ്ഞിന്റെ ജീവൻ ഇല്ലാതായത് എന്നതാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർമാർ കൃത്യമായി ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ പുറത്തു വരാതെ പോകുമായിരുന്ന കൊടും കുറ്റകൃത്യമാണ് ഇപ്പോൾ ചുരുളഴിയുന്നത്. 4 വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞിനെ അച്ഛന്റെ സഹോദരൻ 1.5 വർഷത്തോളമായി ലൈംഗിക ചൂഷണം നടത്തി വരികയായിരുന്നു. പ്രകൃതി വിരുദ്ധ പീഡനത്തിന് പോലും ഇരയാക്കപ്പെട്ട കുഞ്ഞിന്റെ ശരീരമാസകലം മുറിപ്പാടുകളായിരുന്നു. കൊല്ലപ്പെടുന്നതിന് തൊട്ടു മുമ്പും ഈ കുഞ്ഞ് ഉപദ്രവം നേരിട്ടതിനടക്കം തെളിവുകൾ ലഭിച്ചിരിക്കുക. അതല്ലേ പിന്നെന്താ കാര്യം? എന്തൊക്കെയാണ് പപ്പ ആ ചെറ്റപ്പൻ കുട്ടിയോട് കാണിച്ചത്? അയാളെ വെടിയടിച്ചുകൊണ്ടാണ്. എന്താ മോളെ കല്യാണിന്റെ കാര്യമാണോ പറയുന്നത്? എന്താ ചെയ്യാ, നാട്ടിലെ നിയമവസ്ഥ ഇങ്ങനെ കൈപോയില്ലേ. ഒരാൾ കൊല്ലാനുള്ള അധികാരം ആൾക്കില്ലല്ലോ. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ദൈവത്തിന് വേണ്ടി പോട്ടെ. അറിയില്ല മോളെ, പോലീസ് അന്വേഷിക്കുന്നുണ്ട് അമ്മേനെ കുറിച്ചിട്ട്. അവരന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ. എന്താ ചെയ്യാ, ഇനി ഒരു പെൺകുഞ്ഞിനും ഇതുപോലുള്ള ദുരന്തം ഉണ്ടാവാതിരിക്കട്ടെ. ഞാൻ മാതാപിതാക്കളോട് ശ്രദ്ധിക്കുക. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ പെൺകുഞ്ഞുങ്ങൾ സുരക്ഷിതരാണോ എന്ന് മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടതാണ്. അത് അവരുടെ ഉത്തരവാദിത്തമാണോ? ആണ്, തീർച്ചയായും. അതിനായി നിങ്ങൾ ഈ 3 കാര്യങ്ങൾ ഓർത്തിരിക്കുക. നമ്പർ 1, നിങ്ങൾ നിങ്ങളുടെ പെൺകുഞ്ഞുങ്ങളോട് രാവിലെ മുതൽ എന്തെല്ലാം കാര്യം ചെയ്തു, ആരോടെല്ലാം ഇടപഴകി എന്നും സ്നേഹത്തോടെ ചോദിച്ച് മനസ്സിലാക്കുക. 2, ഗുഡ് ബാഡ് ഡേയ്സ് എന്തെല്ലാമാണെന്ന് അവരെ പറഞ്ഞു പഠിപ്പിക്കുക. നമ്പർ 3, ചിറ്റപ്പനോ ബന്ധുക്കനോ അയൽവാസിയോ എത്ര അടുത്ത ബന്ധം ആയിക്കോട്ടെ, നിങ്ങളുടെ മകളോടുള്ള അവരുടെ സമീപനം ശ്രദ്ധിക്കുക. അവരോടൊത്ത് കിടന്നുറങ്ങാൻ അനുവദിക്കരുത്. അതെ, എല്ലാവരും ഒരേ കണ്ണിൽ കാണാൻ മാറപ്പെട്ടോ. നല്ലവരായ ചിറ്റപ്പനും ബന്ധുക്കളും അയൽവാസികളുമുണ്ട്. അവരെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. ദുരിതമാരായ ചിറ്റപ്പനും ബന്ധുക്കളും അയൽവാസികളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുമല്ലോ. പ്ലീസ്, നമ്മളുടെ കുഞ്ഞുങ്ങൾ സുരക്ഷിതരായിരിക്കട്ടെ. ഈ വീഡിയോ ഷെയർ ചെയ്ത് എല്ലാവരിലേക്കും എത്തിക്കുമല്ലോ.